നമസ്കാരം. ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല, ഇനി മറുകണ്ഠം ചാടാമെന്ന തീരുമാനത്തിലാണ് അതിഷി. 8 നിലയിൽ പൊട്ടിത്തകർന്ന AAPക്കൊപ്പം നിന്നിട്ട് ഒന്നും നേടാനില്ല എന്ന തിരിച്ചറിവാണ് അതിഷിയെ കൊണ്ട് മാറ്റി ചിന്തിപ്പിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ വിജയിച്ചു കയറിയപ്പോൾ മുതൽ ഇക്കാര്യത്തിൽ കൃത്യമായ തീരുമാനം എടുത്തിരിക്കുകയാണ്. BJPയിലേക്ക് ചാടാനുള്ള നീക്കം തുടങ്ങിയിരിക്കുകയാണ് അതിഷി. BJPയുടെ മുതിർന്ന നേതാക്കളുമായി അതിഷി ചർച്ച നടത്തിയെന്നാണ് വിവരം. എന്തായാലും അധികം താമസിക്കാതെ തന്നെ BJPയിലേക്കുള്ള അതിഷിയുടെ പാർട്ടി മാറ്റം ഉണ്ടാവും. AAP പാർട്ടിക്കുള്ളിൽ നേരത്തെ തന്നെ അതിഷിയെ ഒറ്റപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭാഗമായി പോസ്റ്ററുകളിൽ നിന്നും അതിഷിയുടെ ചിത്രം നേരത്തെ തന്നെ നീക്കം ചെയ്തിരുന്നു. ഇതെല്ലാം തന്നെ പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്ന അസ്വാരസ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. കെജ്രിവാൾ അഴിമതിയിൽ കുളിച്ചു നിന്നിരുന്ന സമയത്താണ് ഡമ്മിയായി അതിഷിക്ക് മുഖ്യമന്ത്രി കസേര കിട്ടിയത്. കെജ്രിവാൾ തിരികെ എത്തിയപ്പോൾ മന്ത്രി കസേര ഒഴിഞ്ഞു നൽകിയെങ്കിലും കെജ്രിവാൾ മന്ത്രിസ്ഥാനം രാജിവെക്കുകയും തുടർന്ന് അതിഷി വീണ്ടും അധികാരത്തിലെത്തി. ഒടുവിൽ മുഖ്യമന്ത്രിയായിരിക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, വിജയിച്ചു. തകർന്നടിഞ്ഞ AAPയുടെ മാനം പിടിക്കാനുള്ളതായിരുന്നു അതിഷിയുടെ വിജയം. എന്നാൽ പാർട്ടിയുടെ തോൽവിയൊന്നും അതിഷിയെ ലേവലേശം ബാധിച്ചിട്ടില്ല. അത് തെളിയിക്കുന്നതായിരുന്നു അതിഷിയുടെ ഡാൻസ്. AAPയുടെ തോൽവിയാണോ അതോ തൻ്റെ വിജയമാണോ ആഘോഷിച്ചതെന്നായിരുന്നു പ്രധാനമായും ഉയരുന്ന ചോദ്യം. അതായത് AAPയുടെ മുതിർന്ന നേതാക്കളെല്ലാം തോറ്റു തുന്നം പാടിയപ്പോൾ ഒരാൾ മാത്രം ആഘോഷിച്ചെങ്കിൽ അത് പാർട്ടിയുടെ നാശം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. മനീഷ് സിസോദിയെ ജയിച്ചാൽ വീണ്ടും ഉപമുഖ്യമന്ത്രി ആക്കുമെന്ന് പറഞ്ഞ കെജ്രിവാൾ എന്തുകൊണ്ട് അതിഷിയുടെ പേര് പറഞ്ഞിരുന്നില്ല? കാരണം എല്ലായിടത്തും അവർ തമ്മിലുള്ള അസ്വാരസ്യം നിലനിന്നിരുന്നു. അതേസമയം ഡൽഹി തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയുടെ പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ പരിഹാസവുമായി രാജ്യസഭാ MP സോദി മലിവാൾ രംഗത്തെത്തിയിരുന്നു. ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപത്തിന്റെ പെയിന്റിംഗ് പങ്കുവച്ചായിരുന്നു സോദിയുടെ പോസ്റ്റ്. സമൂഹമാധ്യമത്തിൽ ഇത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. കൗരവർ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം നടത്തുന്നതിനും വസ്ത്രം നൽകുന്ന ശ്രീകൃഷ്ണന്റെയും ചിത്രമായിരുന്നു സോദി Xൽ പങ്കുവച്ചത്. AAP ഭരണത്തിൽ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു സോദി മലിവാളിനെ മർദ്ദിച്ച വിഷയം. കെജ്രിവാളിന്റെ വസതിയിലെത്തിയ സോദിയെ കരുണയില്ലാതെയാണ് തൊഴിച്ചതും, അതും കെജ്രിവാളിന്റെ സഹായിയായ വൈഭവ് കുമാർ. എന്നാൽ ഈ വിവാദത്തിൽ വൈഭവ് കുമാറിനൊപ്പം നിൽക്കുന്ന നിലപാടായിരുന്നു കെജ്രിവാളിൻ്റേത്. അതോടൊപ്പം ഡൽഹിയിലെ ജനങ്ങൾക്ക് ഒരു കാര്യം കൃത്യമായി മനസ്സിലായി: സ്ത്രീ സുരക്ഷയ്ക്ക് കെജ്രിവാൾ ഒരു പ്രാധാന്യം നൽകുന്നില്ല. അങ്ങനെ നൽകിയിരുന്നുവെങ്കിൽ ഈ പ്രശ്നത്തിന് സോദിക്കൊപ്പം നിൽക്കുമായിരുന്നു. എന്തായാലും എല്ലാ നിലപാടുകളും കെജ്രിവാളിന് തിരിച്ചടിയായി. നിങ്ങൾക്കും ആനന്ദ് മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.